നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെയാണെങ്കിൽ നമ്മളൊരു ഇൻവെർട്ടർ പിടിപ്പിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ഇൻവെർട്ടറിനോട് ചേർത്ത് നമ്മളൊരു സോളാർ സിസ്റ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏത് രീതിയിൽ പിടിപ്പിക്കണം, എവിടെ വെക്കണം എന്നൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് വീടുകളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സോളാർ വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കണം, നമ്മളിപ്പോൾ ഓൺ ഗ്രിഡ് സോളാറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് വീടിന് പുറത്ത് ഫിത്തിയിലൊക്കെയാണ് അതിൻ്റെ എല്ലാ സിസ്റ്റം അടിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും വേറെ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അങ്ങനെയൊന്നുമില്ല. അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഓഫ് ഗ്രിഡ് സോളാർ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ഒരു പാനലോ രണ്ട് പാനലോ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമ്മൾ ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നം വരുന്നത്. അതായത് നമ്മുടെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നമുക്ക് പാനലിൽ നിന്നുള്ള ആ കേബിൾ ഇറക്കുന്നതായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇൻവെർട്ടർ ചെയ്യുമ്പോഴാണെങ്കിലും അത് നമ്മൾ വളരെ ഉചിതമായിട്ടുള്ളൊരു സ്ഥലത്തും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളത് പ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കുരുവനാക്കുന്നതിലെ കുറുവച്ചൻ എന്ന് പറഞ്ഞ ചേട്ടന്, ആ കുറുവച്ചൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ, അതായത് നമ്മളുടെ ആ കടുവ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, ആ സിനിമ അദ്ദേഹത്തിനെ വെച്ചിട്ടാണ് ആ കടുവ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയും കാര്യങ്ങളും അങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സിനിമയാണ് ഈ കടുവ എന്ന് പറഞ്ഞ സിനിമയൊക്കെ. പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വർക്കുകൾ ഈ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യമാണ്. അവിടെ അത്രയും വർഷം മുമ്പ് ഈ 20 വർഷം മുൻപ് ചെയ്ത വീടാണെങ്കിലും അതിന് പവർ സെക്ഷനായിട്ട് തന്നെ അതിന് പ്രത്യേകം ഒരു സംവിധാനം വെച്ചിട്ട് പവർ റൂം പോലെ തന്നെ ഉള്ള ഒരു സംവിധാനം അന്നത്തെ കാലത്ത്, അതായത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ആ എഞ്ചിനീയർ അതിനകത്ത് അത് കൃത്യമായിട്ടും സെറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനന്ന് തന്നെ നോക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഈ പവറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കിനല്ല ഞാനവിടെ പോയത്. ഞാനന്ന് അവിടെ പോയത് ശരിക്കും ഈ സാറ്റലൈറ്റ് റിസീവിങ്ങിന് വേണ്ടി, സാറ്റലൈറ്റ് റിസീവർ സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിന് വേണ്ടി ഞാനവിടെ പോയത്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടുത്തെ വർക്കുകൾ പോയി ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ജനീഷ് എന്ന് പറഞ്ഞ ആളുണ്ട്, പുള്ളി ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് പലപ്പോഴും അവിടെ നമ്മൾ അതിൻ്റെ വർക്കും അതിൻ്റെ ആ കംപ്ലയിൻറ്റ് നോക്കാനും ഒക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പം സി ബാൻഡ് സാറ്റലൈറ്റ് റിസീവർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പഴയ കാലത്ത് ഞാൻ സി ബാൻഡ് സാറ്റലൈറ്റ് റിസീവർ അസംബിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂണിറ്റ് എനിക്കുണ്ടായിരുന്നു കമ്പനിയായിട്ട്. അപ്പം അത് കേരളത്തിൽ മൊത്തം ഞാൻ സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ആ സിസ്റ്റം അന്ന് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഓരോ സാറ്റലൈറ്റിലോട്ടുള്ള ഓരോ ഇതും മാറാനായിട്ടുള്ള ഓട്ടോമാറ്റിക് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം വെച്ചിട്ട് ഡിഷാൻറ്റിനെ തിരിയുന്ന സംവിധാനമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്രയും കാലം മുൻപ് അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഈ പുതിയ പല വീടുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലാതെ, അതായത് വളരെ സീറോയിലേക്ക് നമ്മൾ പോയെന്ന് പറയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് പല പുതിയ എഞ്ചിനീയർമാരാണ് ഈ കൂടുതലും പ്രശ്നക്കാരെന്ന് എനിക്ക് തോന്നുന്നു. അവർ ചെയ്തു വെച്ചേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വീടിൻ്റെ ഈ കിച്ചൺ കബോർഡിനകത്ത്, അതായത് കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ അതിന് പൊത്തിനകത്തൊക്കെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി ഈ സംഭവം കയറ്റി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ കൂടെ. അവർക്കതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ യാതൊരു വിധത്തിലും അതുമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത രീതിയിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഉള്ളത് നിങ്ങളത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കുമായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർക്ക് നമ്മളിങ്ങനെ ഒരു തെറ്റായ രീതിയിൽ നമ്മളിങ്ങനെ ഒരു സംഭവം ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ വീട് ഉപയോഗിക്കുന്ന അവരുടെ ജീവിതകാലം മൊത്തം, ആ വീട്ടിൽ താമസിക്കുന്ന അത്രയും മൊത്തം കാലവും അതിനെ കൊണ്ടുള്ള ദുരിതം അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരായ ആൾക്കാരാണെങ്കിലും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയറുടെ കാര്യം ഞാൻ പറയാനായിട്ടുള്ള പ്രധാന കാരണം, ഞാൻ ഈ ഇലക്ട്രീഷ്യന്മാരോടെല്ലാം നിരന്തരമായിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വിഷയമാണ് ഈ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് കിച്ചൺ ബോർഡിനകത്തും അതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ ഇരിക്കുന്നതിൻ്റെ അതിനായിട്ട് ചെറിയ ബോർഡൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ടാവും. അതിനുള്ളിൽ കയറ്റി ബാറ്ററിയും ഇൻവെർട്ടറും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനം. അപ്പം അതിനകത്ത് വല്ല വെള്ളം ലീക്കേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് അത് വളരെ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുതെന്ന് മെയിനായിട്ടും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കാരണം. അപ്പം ഈ എഞ്ചിനീയർമാരുടെ ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ കരിങ്കുന്നത്ത് തന്നെ ഇന്നലെ ഒരു വർക്കിന് ഞാൻ പോയി ഈ കരിങ്കുന്നത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ വാഷ് ബേസിൻ്റെ അവിടെ കയറ്റി ഈ സാധനം അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വേണമെങ്കിൽ. ഇതിൻ്റെ അകത്ത് ഈ പൊത്തിനകത്ത് കയറ്റി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഈ മുകളിലുള്ള തട്ടുണ്ടല്ലോ, ആ തട്ടിയാണ് നിൽക്കുന്നത് ബാറ്ററിയുടെ മുകളിൽ വശം. അപ്പോൾ ആ ചേട്ടനോട് പറയതേ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഈ ബാറ്ററി ഏതെങ്കിലും രീതിയിലൊന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടിയിലൊരു ചക്രമൊക്കെ വെച്ചിട്ട് അദ്ദേഹം അതിനകത്ത് ചെറിയൊരു വീലൊക്കെ വെച്ചിട്ട് അത് വലിച്ചിറക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സംഭവം തന്നെ ബാറ്ററി മുകളിൽ തട്ടിയാണ് നിൽക്കുന്നത്. പിന്നെ അതിനടിയിൽ വീലും ചക്രവും ഒന്നും ഉണ്ടാക്കി പിറ്റിയാനായിട്ടുള്ള
ഇടയില്ല. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മുകളിൽ പോയി ഇടിച്ച് നിൽക്കും. അതിനിട അത് കയറ്റാനുള്ള ഇട അതിനകത്തില്ല ശരിക്കും. അത്രയും തിക്കായിട്ടുള്ളൊരു പൊത്തിനകത്ത് കയറ്റി ഈ ബാറ്ററിയും ഇൻവെർട്ടറും. അത് ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള അടിപൊളി വീടാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് പുറത്ത് വർക്ക് ഏരിയ പോലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ ഷീറ്റിട്ട് നല്ല ഇഷ്ടംപോലെ ഏരിയ സുലഭമായിട്ട് കിടക്കുക. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇതേപോലെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ വാഷ് ബേസിനടിയിൽ കൊണ്ടുവന്ന് സംഭവം സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതിന് മാത്രമല്ല പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ തന്നെ ആ സൈഡിലായിട്ട് ഈ മേളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുള്ള സംവിധാനം, അതിൻ്റെ അടിയിൽ വെക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. വേണമെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇഷ്ടംപോലെ നമുക്ക് സുഖമായിട്ട് അവിടെ വെക്കാനായിട്ട് ഇഷ്ടംപോലെ ഏരിയകളും ഇടകളും ഉള്ളൊരു വീടാണ്. ഒന്നും ഇല്ലാത്തൊരു വീടാണ്. നമുക്ക് പിന്നെയും പോട്ടേന്ന് വെക്കാറുണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ചെയ്ത് വെച്ചത്, നിങ്ങൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടല്ലായിരുന്നു ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞത് പുള്ളി ഇത് കണ്ടതാണെന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് ഈ ഇലക്ട്രീഷ്യനോട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഈ സംഭവം ഇത് വളരെ ബുദ്ധിമുട്ടാണോ. അന്നേരം ഇലക്ട്രീഷ്യൻ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ എഞ്ചിനീയർ വരച്ചിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ഇതിൻ്റെ ഈ വാഷ് ബേസിൻ്റെ അടിയിലാണ് ഇൻവെർട്ടർ സിസ്റ്റം വരുന്നത്. എനിക്കത് അങ്ങനെ, അതുകൊണ്ട് ആ സിസ്റ്റം അങ്ങനെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ സിസ്റ്റം ഇവിടുന്ന് മാറ്റി വേറെ ഇടത്തോട്ടും ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ പ്ലാനിന് അത് മാർക്ക് ചെയ്തേക്കുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ശരിയാവില്ല എന്നാണ് ഇലക്ട്രീഷ്യൻ പറഞ്ഞത്. ഇലക്ട്രീഷ്യൻ കൈയൊഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. ഈ മണ്ടന്മാരായിട്ടുള്ള ചില എഞ്ചിനീയർമാർ ഇതുപോലത്തെ പൊട്ടത്തരം കാണിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നെ എഞ്ചിനീയറാന്ന് പറഞ്ഞാൽ ഇതിനെ പൊട്ടനെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വാഷ് ബേസിനടിയിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപകടം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ഇതിന് എയർ പോകാനും മറ്റു കാര്യങ്ങൾ, ഇത് ഫുള്ള് അടച്ചു വെച്ച് ഇതിൻ്റെ എയർ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യം വേണം. സാധാരണ ബാറ്ററികൾക്ക് ഇപ്പം ലിഥിയം-അയൺ ബാറ്ററി ആണെങ്കിലും അതും ഇതുപോലെ തന്നെ പൊത്തിനകത്തൊന്നും കയറ്റി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സംഗതി അല്ല. അതിനും എയർ സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കണം, ഏത് ബാറ്ററി ആണെങ്കിലും. അപ്പോൾ ഈ ഇൻവെർട്ടറും ബാറ്ററി എല്ലാം ഇതിനകത്ത് ചൂടാകുന്നതാണ്. അപ്പം നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് തന്നെ വേണം ഇത് വെക്കാനെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള മണ്ടന്മാരായിട്ടുള്ള ഈ എഞ്ചിനീയർമാർ വരയ്ക്കുന്ന അത് തന്നെ നോക്കി അതുപോലെ തന്നെ സെറ്റ് ചെയ്യാതെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവരോട് തന്നെ പറഞ്ഞിട്ട് അത് മാറ്റാൻ പറയണം. അല്ലെങ്കിൽ അടുത്ത ബോധം പൊക്കണമുള്ള ഏതെങ്കിലും എഞ്ചിനീയറെ നിങ്ങൾ ഈ സംഭവം കൊണ്ടുപോയി ഏൽപ്പിക്കണം. അതാണ് അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അല്ലാതെ അവരങ്ങനെ അവിടെ മാർക്ക് ചെയ്തു അതുകൊണ്ട് അവിടെ തന്നെ ചെയ്യത്തുള്ളൂ, നമ്മുടെ വലിയ അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നതിന് യാതൊരുവിധ അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. എഞ്ചിനീയർമാർ എന്ത് വരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞാൽ അതിങ്ങനെ അപകടമുള്ള ഒരു സംഭവമാണെങ്കിൽ എഞ്ചിനീയർ പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ വീട്ടുകാരോടും അതുപോലെ എഞ്ചിനീയറോടും പറയുക. അപ്പോൾ അതിനൊരു തീരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ എഞ്ചിനീയർ മാറ്റി വരികയോ എന്നാന്ന് വെച്ചാൽ തീരുമാനം അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടാവും. എഞ്ചിനീയർമാരെ കാണിക്കാനാണ്. അപ്പം ഇങ്ങനെ ഞാനിത് പറയാനും പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം മൊത്തം ഈ കേരളത്തിലെ മുഴുവൻ വീടുകളിൽ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 വീട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 50 വീടുകളിലും ഈ കിച്ചൺ കബോർഡിനകത്തായിരിക്കും മിക്കവാറും ഈ ഇൻവെർട്ടർ ഇരിക്കുന്നത്. അതായത് അടുക്കളയിലെ ആ കബോർഡിൻ്റെ ഉള്ളിൽ കയറ്റി അതിന് പൊത്തിനകത്ത് കയറ്റിയിട്ട് ആയിരിക്കും ഇൻവെർട്ടറും ബാറ്ററിയും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളിലൊക്കെ വന്ന കുറച്ച് മണ്ടന്മാരായിട്ടുള്ള ഈ ഇലക്ട്രീഷ്യന്മാർ ഈ കിച്ചൺ കബോർഡിനകത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തു. ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പുതുതായിട്ട് ഇത് കണ്ടുവരുന്ന ഇലക്ട്രീഷ്യന്മാർ അവർക്ക് സ്വന്തമായിട്ട് യാതൊരു തീരുമാനമില്ല. അപ്പം മറ്റൊരു പെരയിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള സീനിയറായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ ചെയ്തിരിക്കുന്നത് ഈ കിച്ചൺ കബോർഡിനകത്താണ് ഈ സംഭവം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം അതേപോലെ തന്നെ ഇവനും ഈ കിച്ചൺ കബോർഡിനകത്ത് വെച്ചില്ലെങ്കിൽ ഞാനൊരു നല്ല ഇലക്ട്രീഷ്യനായി മാറില്ല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എല്ലാവരും ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഞാൻ പല ഇലക്ട്രീഷ്യന്മാരോടും നേരിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഈ കിച്ചൺ കബോർഡിനകത്തോ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇങ്ങനെ പൊത്തുപോലുള്ള അടച്ച സ്ഥലങ്ങളിലോ അതേപോലെ തന്നെ ഈ വാഷ് ബേസിൻ്റെ അടിയിലോ ഒന്നും നിങ്ങൾ ഇൻവെർട്ടറും ബാറ്ററിയും ഫിറ്റ് ചെയ്യരുത്. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കസ്റ്റമർക്ക് വെള്ളം ഒഴിക്കാനും പറ്റുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുതെന്ന് ഞാൻ നേരിട്ട് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തുള്ള ഇലക്ട്രീഷ്യന്മാർ പോലും പിന്നീട് ഞാൻ അവർ ചെയ്ത വർക്കിന് ഞാൻ ഈ ഇൻവെർട്ടർ വെക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പം ഈ സെയിം സംഭവം അതേ സ്ഥലത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനകത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഇതെനിക്ക് തോന്നുന്നത് അതിനടി ഫിറ്റ് ചെയ്തില്ല ഞാനൊരു ഇലക്ട്രീഷ്യൻ ആവില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇലക്ട്രീഷ്യന്മാർക്ക് പുതിയതായിട്ട് വന്ന പിള്ളേർക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത്. വേറെ ഏതെങ്കിലുമൊക്കെ ഏരിയ കണ്ടെത്തി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെക്കാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവസാനം കൊണ്ടുപോയി വെക്കുന്നതാണ് നമുക്കൊന്ന് പോട്ടെ നോക്കാം. പക്ഷേ ഇത് 2500-3000 സ്ക്വയർ ഫീറ്റുള്ള നല്ല വലിയൊരു വീട്, അതിനകത്ത് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഈ ഇൻവെർട്ടർ വെക്കാനോ അല്ലെങ്കിൽ സോളാർ വെക്കാനോ ഒക്കെ. എന്നിട്ടാണെന്ന് ഓർക്കണം ഇവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും നമുക്ക് പിന്നെ ഭാവിയിലേക്ക് നമുക്കിപ്പോൾ ഒരു സോളാർ വെക്കണം. എങ്ങനെ ഇതിനകത്ത് വെക്കും? അതിനകത്ത് ഇൻവെർട്ടറും ബാറ്ററിയും തന്നെ കയറുന്നത് കഷ്ടിയാണ്. പിന്നെ എങ്ങനെ നമ്മൾ സോളാർ അതിനകത്ത് കയറ്റും? അപ്പോൾ സോളാർ വെക്കുമ്പോൾ അതിനകത്ത് MPPT ചാർജ് കൺട്രോളർ വരും, അതിൻ്റെ MCB കാര്യങ്ങളും വരും, പിന്നെ SPD വെക്കണ SPD അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊന്നും അതിനകത്ത് വെക്കാനുള്ള യാതൊരു വിധ ഗ്യാപ്പുമില്ല. പിന്നെ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വരുമ്പം നമ്മൾ എവിടെ ചെന്ന് നോക്കിയെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഈ സോളാർ ഭാവിയിലേക്ക് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പം ഇപ്പോൾ വെക്കുന്നില്ലെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് വെക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഏരിയ കണ്ടെത്തി അതിനനുസരിച്ചുള്ളൊരു സംവിധാനത്തിൽ വേണം നിങ്ങളിത് എപ്പോഴും ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റം ചെയ്യുന്ന അങ്ങോട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും സോളാറിൻ്റെ കേബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളും നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് വെക്കണം. പഴയ വീടാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഇടേണ്ടതായിട്ട് വരും, പറ്റത്തില്ല. ഇപ്പോൾ പക്ഷേ ഇനി പുതിയതായിട്ട് നമ്മളൊരു വീട് പണിയുവാണെങ്കിൽ ഉറപ്പായിട്ടും സോളാറിൻ്റെ കേബിൾ, ഇപ്പം നിങ്ങൾ സോളാർ വെക്കുന്നേ ഇല്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നേ ഇല്ല, ഒക്കെ ശരിയായിരിക്കും. പക്ഷേ എങ്കിലും ഇത്രയും പൈസ മുടക്കി നിങ്ങളൊരു വീട് പണിയുമ്പം ഒരു പൈപ്പ് ഒരു ഓസ് അതിനകത്തേക്ക് ഇട്ട് വെക്കാനായിട്ട് ഇത്രയല്ലേ നിങ്ങൾക്ക് മുടക്കം വരുന്നുള്ളൂ. അപ്പോൾ ആ ഇൻവെർട്ടർ സിസ്റ്റം കൂടി ഇരിക്കുന്ന അങ്ങോട്ട് നിങ്ങൾ മേളിൽ നിന്ന് ഒരു നമ്മുടെ കേബിൾ ഇറക്കൊണ്ട് വരാൻ പാകത്തിനുള്ള ഒരു പൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക. അതിന് ഇത്രയല്ലേ മുടക്കം വരുന്നുള്ളൂ. അത് ചെയ്തിടണം എന്നുള്ളതാണ് എനിക്കതിനകത്തും നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു വീടിനകത്ത് ഇപ്പോൾ നമ്മൾ TV വെക്കാൻ, നമ്മുടെ സ്റ്റൗ വെക്കാൻ, വാഷിംഗ് മെഷീൻ വെക്കാൻ, ഫ്രിഡ്ജ് വെക്കാൻ എല്ലാം നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഭംഗിയായിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇൻവെർട്ടർ സിസ്റ്റം മാത്രം ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ വീടിനകത്ത് നമ്മൾ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ചെയ്യാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും ചോദിക്കാനായിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ സമയത്ത് നമ്മളിപ്പം TVയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടെങ്കിലും പവർ എന്ന് പറഞ്ഞ സാധനം, അതാണ് ഇൻവെർട്ടർ അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞ സാധനം. ഈ പവർ പോയ പിന്നെ എല്ലാം തീർന്നു. ഇത് എത്ര നല്ല സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC-യും TV ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പം ഇതിനെ കഴിഞ്ഞ് എല്ലാത്തിനെ കഴിഞ്ഞും പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ പവർ റൂം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ഇൻവെർട്ടർ സോളാർ സിസ്റ്റം, ആ ഒരു പവർ. അപ്പം ആ പവറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയ തന്നെ സെറ്റായിട്ട് വലിയ വീടുകളൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേകം ഒരു ഏരിയ തന്നെ ഒരു പവർ റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പുതിയ വീടുകളൊക്കെ വരയ്ക്കുന്ന എഞ്ചിനീയർമാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയ വീടുകൾക്ക് വേണ്ടി ഈ പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ പവർ റൂം എന്ന് പറഞ്ഞ ഒരു റൂം തന്നെ നിങ്ങൾ ആ വീടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് സോളാറിൻ്റെ സിസ്റ്റവും ബാറ്ററിയുടെ സിസ്റ്റങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ DBയും MCBയും കാര്യങ്ങളും അതെല്ലാ സംഭവവും അതിനകത്ത് ഫുള്ളായിട്ട് എല്ലാ സംഭവം കൂടി ഒരെണ്ണത്തിനകത്താക്കി വെക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് വയർ ചെയ്ത് ക്ലിയറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല സൗന്ദര്യമുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും അത് അവർക്ക് വളരെ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു നല്ല പവർ റൂം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ആ വീട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഇതിനകത്ത് ഇപ്പം പറയാനായിട്ടുള്ളത്, നമ്മൾ വീട് പണിയുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വീട് പണിയുമ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യനോടും പറയുക, അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറോടും ഒക്കെ പറയുക, ഇത് ഇന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് നമ്മുടെ സംവിധാനങ്ങളും കറണ്ടിൻ്റെ സംവിധാനങ്ങളും ഇൻവേർട്ടറും അതുപോലെ സോളാറും ഒക്കെ വെക്കാനായിട്ടുള്ളത്. ഇത് ഏറ്റവും നല്ല ഉചിതമായുള്ള സ്ഥലം കണ്ടെത്തി എന്നെ അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് സെറ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് നേരത്തെ മുൻകൂട്ടി അവരോടൊന്ന് പറഞ്ഞേക്കുകയാണെങ്കിൽ അവരത് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെക്കൊന്ന് കാണിച്ച് ഇതിൻ്റെ പോണക്കാണ് നമ്മുടെ പവർ സിസ്റ്റം ചെയ്യുന്നതെന്നുള്ളത് അവർ പറഞ്ഞു തരികയും നിങ്ങൾക്കത് 100% കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യുകയും ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റത്തില്ല. ഇതുപോലെ പൊത്തിനകത്തൊക്കെ കയറിപ്പോയി അതിനകത്ത് കിടന്നും ഒക്കെ വെള്ളം ഒഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ പണിക്കാരെ വിളിച്ച് ചെറിയ വണ്ണം കുറഞ്ഞ ആളെ വിളിച്ച് ഓക്കെ ഇതിനകത്ത് കയറ്റി വെള്ളം ഒരു ചേട്ടനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ആ ചേട്ടൻ്റെ അയലോക്കത്തുള്ള വണ്ണം കുറഞ്ഞൊരു കൊച്ചു മനുഷ്യനുണ്ട്, ഒരു ചേട്ടന് പണിക്കൊക്കെ പോകുന്നത്. ആ ചേട്ടനെ വിളിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പൊത്തിനകത്തേക്ക് ആ മനുഷ്യന് മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഈ വീടിൻ്റെ ഉടമസ്ഥ ഇത്തിരി പണമുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്തേക്ക് കയറി ഇത് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയലോക്കത്തുള്ള ആ പണിക്കാരനെ വിളിച്ചുകൊണ്ട് വരും. വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിട്ടൊരു കൊച്ചു മനുഷ്യനാണ്. ആ അദ്ദേഹം വന്നിട്ട് അതിനകത്തോടെ കയറിപ്പോയാണ് ഈ ബാറ്ററിക്കകത്തെ വെള്ളം നോക്കി ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പം അത് ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഏറ്റവും നല്ല സ്ഥലത്ത് പ്ലേസ് ചെയ്യാനായിട്ട് ഒന്നാമതെ നോക്കുക. വേറെ ഇൻവെർട്ടറും സോളാറും ഒക്കെ ചെയ്യുമ്പോൾ വേറെ നോക്കാനില്ല, ഏരിയ വേണം. MPPTയും അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ നമുക്ക് അതിൻ്റെ അടിക്കാനുള്ള ഏരിയകളും കാര്യങ്ങളും എല്ലാം വേണം. അതുപോലെ നമുക്ക് വെള്ളം ഒഴിക്കാനും നോക്കാനും എല്ലാം സൗകര്യമുള്ളത്, അതുപോലെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നതായിട്ടുള്ള, എന്നാൽ നമ്മൾ കിടപ്പുമുറിക്കകത്തോ അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട റൂമുകളിലോ കിച്ചണിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏരിയ കണ്ടെത്തി അവിടെ തന്നെ ഈ സംവിധാനങ്ങൾ പുതിയതായിട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. പഴയതാണെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾ വീടിന് പുറത്തോ ബാറ്ററിയൊക്കെ നമുക്ക് വേണമെങ്കിൽ വീടിന് പുറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അകത്ത് സിസ്റ്റം വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ടും വേണമെങ്കിൽ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അപ്പം അതേ രീതിയിൽ നിങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി നിങ്ങൾ കണ്ടെത്തി ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനിയും ആളുകൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.